ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേയധികം ദിവസങ്ങൾക്കും മാസങ്ങൾക്കും ശേഷം ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ടിലെത്തിയേക്കാണ്. ആൻഡ് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നിപ്പം നമ്മളൊരു സ്പെഷ്യൽ യാത്രയാണ്. ഞാൻ ഓർത്തു ആ ഒരു സ്പെഷ്യൽ യാത്ര ഒന്ന് ക്യാപ്ചർ ചെയ്ത് വെച്ചേക്കാം. കാരണം നമുക്ക് ഫ്യൂച്ചറിൽ നമുക്കത് ഒരു മെമ്മറീസായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതിനു വേണ്ടിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വണ്ടിയൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് റെഡിയാക്കിയിട്ടേക്കാണ്. നമുക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്യാം. നമ്മളപ്പോൾ റെഡിയായി പോകുന്നത് കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ ആൾ വന്നു. അപ്പം മമ്മിയുടെ ചുറ്റും നിൽക്കുക, മമ്മി എവിടെ പോവാന്നറിയാൻ വേണ്ടി. അപ്പം അവനെ ഒന്ന് സെറ്റാക്കണം. അങ്ങനെ നമ്മൾ അവനെ സെറ്റാക്കി നമ്മളിതാ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ നേരെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക്. ഏറ്റവും ലാസ്റ്റ് ഞാൻ പറയാം എങ്ങോട്ടാണ് നമ്മൾ പോകുന്നതെന്ന്. നമുക്ക് നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ അതിനായിട്ട് പോവാണ്. അപ്പം പോകുന്ന വഴിക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കും. അപ്പം നമ്മളൊരു ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടി കയറിയേക്കാണ്. ഇനിയിപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് നേരെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് വരും. വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ള ഒരു ഷോപ്പായിരുന്നതുകൊണ്ട് നമുക്കറിയാവുന്ന ആങ്ങളാണ്. അപ്പം നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാം ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മേടിക്കാനുള്ള ബാക്കിയുള്ള സാധനങ്ങളും മേടിച്ചുകൊണ്ടിരിക്കുന്നു. കുറേയധികം അത്യാവശ്യ സാധനങ്ങളുണ്ട്, ലൂഷ്യൻസും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ അങ്ങനെ എല്ലാം പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണുന്നതൊക്കെ നമുക്ക് വേണം എന്ന് തോന്നുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. എടുക്കുമ്പോൾ തന്നെ നമ്മൾ ബില്ലൊക്കെ അടിച്ച് സെറ്റാക്കുന്നുണ്ട്. കാരണം നമുക്ക് ലാസ്റ്റിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ബില്ലടിക്കാൻ പാടാണല്ലോ. പിന്നെ നമ്മൾ ബില്ലൊക്കെ അടിച്ച് പെട്ടെന്ന് സാധനങ്ങളൊക്കെ അകത്ത് കയറ്റി. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ ചക്കപ്പഴമൊക്കെ എടുത്തുകൊണ്ടൊക്കെ ഇറങ്ങി. നമസ്കാരം. പോകുന്ന വഴിക്ക് നല്ല മൂടി ക്ലൈമറ്റ് ആയിരുന്നു. നല്ല ഭയങ്കര മഴക്കാറും കാര്യങ്ങളും ആയിരുന്നുകൊണ്ട് അധികം ചൂടില്ലായിരുന്നു. പോകുന്ന വഴിക്ക് ജസ്റ്റ് അങ്ങനെ കാരണം പർച്ചേസിങ് സ്റ്റോപ്പ് ചെയ്ത് പോയത്. അപ്പോൾ അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത സമയത്ത് ചെറുതായിട്ട് മഴയൊക്കെ ഒന്ന് ചാറി. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ വീണ്ടും കുറച്ച് ചക്കപ്പഴം ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ പോകുന്ന വഴിക്ക് ഭയങ്കര ബോറടിയായിരുന്നു. കഴിച്ചുകൊണ്ട് ഉറങ്ങി കഴിഞ്ഞാൽ ക്ഷീണമാവും. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാതെ വെച്ച് നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. അപ്പം നാടൻ ഭക്ഷണശാല എന്ന് നമ്മുടെ നിലമേലുള്ള ഒരു ഷോപ്പാണ്. അവിടുന്ന് നല്ല കട്ടൻ കാപ്പിയും നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഏത്തക്കാപ്പം മേടിച്ച് കഴിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനങ്ങനെ ഏത്തക്കാപ്പത്തിൻ്റെ ഫാനൊന്നുമല്ല, പക്ഷേ എനിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ചുകൂടെ പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും വിശന്ന്. അപ്പോൾ നമ്മൾ നേരെ വാഷ്റൂമിലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയും വിശപ്പ് നടക്കാൻ വേണ്ടിയും നമ്മൾ നൈസായിട്ടൊരു ഹോട്ടലിൽ കയറി. അങ്ങനെ ഹോട്ടലിൽ കയറി ഫ്രഷൊക്കെ ഒന്നായി. കാരണം നമ്മൾ അടുക്കാറായി. നേരെ നമ്മൾ ട്രിവാൻഡ്രത്തേക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ നേരെ ട്രിവാൻഡ്രം അടുക്കാറായി. എന്താണ് നമ്മുടെ ഫംഗ്ഷൻ എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. നാളെ നമ്മുടെ ഹൗസ് വാമിംഗ് ആണ്. അപ്പോൾ അതിനുള്ള പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്ന്. സോ നമ്മൾ നമ്മുടെ ഫ്ലാറ്റിൻ്റെ അടുത്തെത്തി. നേരെ നമ്മൾ ഇനിയും റൂമിലോട്ട് പോകണം. റൂമിൽ പോയി കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണം. നമ്മുടെ ഫ്ലാറ്റിലോട്ട് പോയിട്ട് അറേഞ്ച് ചെയ്യണം കാര്യങ്ങളൊക്കെ നാളത്തേക്കുള്ളത്. സോ നമ്മുടെ ഫ്ലാറ്റ് വരുന്നത് ഇൻഫോസിസിൻ്റെ അടുത്താണ്. ഇൻഫോസിസിൻ്റെ അവിടെ തൊട്ട് ഓപ്പോസിറ്റാണ് നമ്മുടെ വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ നേരെ ചെന്നു നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ അറേഞ്ച്മെൻറ്റ്സൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാളെ രാവിലത്തേക്ക് നമ്മൾ ചെയ്യാമെന്ന് ചെയ്ത് നടക്കത്തില്ല. അപ്പം നമ്മളെല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 BHK ഇരുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ അറേഞ്ച്മെൻറ്റ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. നാളെയാണ് നമ്മുടെ ആ ദിവസം. സോ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ, നാളെ നമ്മുടെ ഹൗസ് വാമിംഗ് ആണ് ഗൈസ്. ഇതിൻ്റെ ഹൗസ് വാമിംഗ് ആണ്. അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സൊക്കെ നമ്മൾ ബെഡൊക്കെ സെറ്റ് ചെയ്യുന്നു, റൂം വീടെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് ക്ലീനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നാളത്തെ ഫംഗ്ഷന് വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു. ഇനിയിപ്പോൾ ഞാനും മനോജങ്കളും കൂടെ പോകുന്നത് ഒരാളെ വിളിക്കാൻ വേണ്ടി പോവാണ്. മമ്മിയുടെ ബ്രദർ, എൻ്റെ അമ്മ, അച്ഛൻ, അനിയൻ, പപ്പ വരുന്നുണ്ട്. നമ്മൾ ട്രിവാൻഡ്രത്തിൽ നമ്മൾ ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെ നമ്മൾ വിളിക്കാൻ പോവാം.
ഹലോ അനിയും പപ്പ. നമ്മൾ റൂമിലെത്തിയപ്പോഴത്തേക്ക് നമുക്കൊരു കുഞ്ഞു ഗസ്റ്റ് ഉണ്ടായിരുന്നു. കുഞ്ഞു ഗസ്റ്റ് പെട്ടെന്ന് പോയി. പിന്നെ നേരെ നാളത്തേക്ക് പാല് കാച്ചാനുള്ള പാലൊക്കെ നമ്മൾ നേരത്തെ മേടിച്ച് വെച്ചു. രാവിലെ വല്ല മറന്നു പോയാലും ഓർത്ത്. അപ്പം നാളത്തേക്കുള്ള പാലൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ റൂമിലേക്ക് പോവാണ്. കായ്സ് അങ്ങനെ സ്വിമ്മിംഗ് പൂളിലൊക്കെ ചാടിയിട്ട് കയറി റൂമിലോട്ട് പോവായിന്. നൈറ്റ് ആയിക്കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം വെട്ടമില്ല. ഇവിടുത്തെ വെട്ടമൊക്കെ അവർ ഓഫാക്കി. നാളെ രാവിലെ ഒന്നുകൂടെ ഇറങ്ങുകയാണെങ്കിൽ വീഡിയോ ഇടാം. നമ്മുടെ ഫ്ലാറ്റ് എയർപോർട്ടിൻ്റെയും റെയിൽവേ സ്റ്റേഷൻ്റെയൊക്കെ അടുത്തായതുകൊണ്ട് എനിക്ക് എപ്പോഴും ഫ്ലൈറ്റും ട്രെയിനും ഒക്കെ പോകുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫ്ലൈറ്റൊക്കെ പോകുന്നതൊക്കെ ഇങ്ങനെ ഒബ്സർവ് ചെയ്തിരിക്കാൻ. നമ്മൾ പലർക്കും കാണുമല്ലോ ഇങ്ങനെ ഫ്ലൈറ്റ് പോകുന്നതൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഞാനിങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഫ്ലൈറ്റ് പോകുന്നത്. അപ്പോൾ പിന്നെ ഫ്ലൈറ്റ് അതിൻ്റെ ഒരു വിഷ്വൽ എടുത്തു.